أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. لا حول ولا قوة إلا بالله العلي العظيم. സൂറത്തുൽ ദുഖാനിലെ 37 ആയത്ത് വരെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം എടുത്തത്. ഇന്ന് അതിന്റെ ബാക്കി 38ാമത്തെ ആയത്ത് മുതൽ. വമാ ഖലഖന സമാവാതി വല്ലർള, ആകാശഭൂമിയെ നാം സൃഷ്ടിച്ചിട്ടില്ല. വമാ ബൈനഹുമ, അവക്കിടയിലുള്ളതിനെയും ലാഇബീൻ, കളിക്കുന്നവരായിട്ട്, കളിയുടെ ഭാഗമായിട്ട് സൃഷ്ടിച്ചതല്ല. അതൊരു കളിയായിട്ടല്ല എന്നർത്ഥം. അടുത്ത ആയത്ത് പറയുന്നത് കാര്യമായിട്ട് തന്നെയാണ് എന്നടുത്ത ആയത്ത്. മാ ഖലഖനാഹുമ ഇല്ലാ ബിൽ ഹഖ്, കാര്യമായിട്ടല്ലാതെ നാം അതിനെ സൃഷ്ടിച്ചിട്ടില്ല. അതായത് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് അള്ളാഹു ഒരു വെറുതെ ചെയ്ത പണിയല്ല, പകരം കാര്യത്തിലുള്ളതാണ്. വലാകിൻ അക്സറഹും ലാ യഅലമൂൻ, അവരിൽ അധിക പേരും അതറിയുന്നില്ല എന്നുള്ളത്. അവിടെ തഫ്സീർ ജലാലിനി മാ ഖലഖ്നസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ, ആകാശഭൂമികളെ നാം സൃഷ്ടിച്ചിട്ടില്ല. ലാഇബീൻ, കളിക്കുന്നവരായിട്ടാണ്. ബിഖൽഖി ദാലിക, അതിനെ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു കളി ആയിട്ടല്ല ചെയ്തിട്ടുള്ളത്. അതായത് ലാഇബീൻ എന്നുള്ളത് ഹാലാണ് എന്ന്. മാ ഖലഖ്നാഹും, നാം അതിനെ സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ബിൽ ഹഖി, കാര്യമായിട്ടല്ലാതെ. വലാകിൻ അക്സറഹും, അവരിൽ അധിക പേരും ലാ യഅലമൂൻ, അതറിയുന്നില്ല. അവിടെ മാ ഖലഖ്നാഹുമ എന്നുള്ള തഫ്സീർ ജലാലിനി വമാ ബൈനഹുമ, അവർക്കിടയിലുള്ള ഒന്നിനെ സൃഷ്ടിക്കുന്നില്ല. ഇല്ലാ ബിൽ ഹഖി മുഹിഖീന ഫീ ദാലിക, ആ വിഷയത്തിൽ കാര്യത്തിലുള്ളതായിട്ടല്ലാതെ. കാര്യമായിട്ടാണ് അള്ളാഹു ഇത് ചെയ്തത്. എന്തിനാണ് അള്ളാഹു ഇതിൽ കാര്യമായിട്ട് ചെയ്തത്? ലി യസ്തദില്ല ബിഹി, അതുകൊണ്ട് തെളിവെടുക്കാൻ വേണ്ടി, ദലീലെടുക്കാൻ വേണ്ടി, അലാ ഖുദ്റത്തിന്, അള്ളാഹുവിന്റെ കഴിവിന്റെ മേലെ. അള്ളാഹു ഈ ഭൂമിയെയും ആകാശത്തെയും സജ്ജമാക്കിയത് കാണുമ്പോൾ അള്ളാഹു ഖാദിറാണ്, ഇതിനെല്ലാം കഴിവുള്ളവനാണ് എന്ന് ഒരു ബുദ്ധിയുള്ള ആള് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വഹ്ദാനിയത്തിന്, നാം ഏകനാണ് എന്നുള്ളതും അവർ മനസ്സിലാക്കാൻ വേണ്ടി. വഗൈരി ദാലിക, അതല്ലാതെ. വലാകിൻ അക്സറഹും, എന്നാൽ അവരിൽ അധിക പേരിനായി കുഫാർ മക്ക, മക്ക കാഫിരീങ്ങളിൽ അധിക പേരും ലാ യഅലമൂൻ, അവർ ഇത് അറിയുന്നില്ല. ഇന്ന യൗമൽ ഫസ്ലി മീഖാത്തുഹും അജ്മഈൻ. ഇന്ന യൗമൽ ഫസ്ലി, യൗമൽ ഫസ്ലാണ് യൗമൽ ഖിയാമ. അള്ളാഹു അന്ത്യനാളിൽ കാര്യങ്ങൾ വേർതിരിക്കുന്ന ദിവസം, അതിനാണ് യൗമുൽ ഫസ്ലി എന്ന് പറയാം. അത് യൗമുൽ ഖിയാമയാണ് ഉദ്ദേശം. അത് മീഖാത്തുഹും, അതാണ് അവർക്ക് അള്ളാഹു കണക്കാക്കിയ സമയം. അജ്മഈൻ, എല്ലാവർക്കും. അതായത് തഫ്സീറോടെ ഇന്ന യൗമൽ ഫസ്ലി ഐ യൗമുൽ ഖിയാമ, യൗമുൽ ഖിയാമ യഫ്സിലുല്ലാഹു ഫീഹി ബൈനൽ ഇബാദി, ആ ദിവസത്തിൽ അടിമകൾക്കിടയിൽ അള്ളാഹു തീരുമാനം പറയുന്നതാണ്. മീഖാത്തുഹും, അതാണ് അവരുടെ നിശ്ചയിക്കപ്പെട്ട സമയം. അജ്മഈൻ, എല്ലാവർക്കും. എന്തിനു വേണ്ടി നിശ്ചയിക്കപ്പെട്ടത്? ലിൽ അദാബി ദാഇമി, സ്ഥിരമായ സ്ഥായിയായ ശിക്ഷക്ക് വേണ്ടി. അദാബ് പറഞ്ഞ ശിക്ഷ, ദാഇം എന്ന് പറഞ്ഞ സ്ഥിരമായ. സ്ഥിരമായ ശിക്ഷക്ക് അള്ളാഹു കണക്കാക്കിയ ആ സമയം, അത് യൗമുൽ ഫസ്ലാണ്. അതാണ് അവർക്ക് അള്ളാഹു കണക്കാക്കിയ ദിവസം എന്നുള്ളത്, സമയം എന്നുള്ളത്. അവിടെ ഖുർത്തുബി പറയുന്നത് യൗമുൽ ഫസ്ലാണ് ഹുവ യൗമുൽ ഖിയാമ. യൗമുൽ ഫസ്ൽ കൊണ്ടുള്ള ഉദ്ദേശം യൗമുൽ ഖിയാമയാണ്. ഇത് തഫ്സീർ ജലാലിനി കൊടുത്ത അതേ എഴുതണം. സുമ്മിയ ബിദാലിക, അതുകൊണ്ട് പേര് വെക്കപ്പെട്ടു. ലഅന്ന അല്ലാഹു തആല യഫ്സിലു ഫീഹി ബൈന ഖൽഖിഹി, ആ ദിവസത്തിൽ അള്ളാഹു സൃഷ്ടികൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ്. സത്യത്തിന്റെ ആളുകളായിട്ടും തിന്മയുടെ ആളുകളെ ശിക്ഷയിലേക്കും, തിന്മയുടെ ആളുകളായി ശിക്ഷയിലേക്കും വിടുന്നതാണ്. അങ്ങനെ തീർപ്പ് കൽപ്പിക്കുന്നതാണ് യൗമുൽ ഫസ്ല് എന്ന് യൗമുൽ ഖിയാമക്ക് പേര് വന്നത്. അതാണ് അവർക്ക് ശിക്ഷക്ക് കണക്കാക്കിയ സമയം എന്നുള്ളതാണ്. ഏതാ ദിവസത്തിന്റെ പ്രത്യേകത? ഇനി അതിനെക്കുറിച്ചാണ് വിശദീകരണം പറഞ്ഞത്. യൗമ ലാ യുഗ്നി മൗലൻ അൻ മൗലൻ ഷൈഅൻ. യൗമ, ഒരു ദിവസത്തിൽ. ലാ യുഗ്നി, പര്യാപ്തമാവുകയില്ല, മതിയാവുകയില്ല. മൗലൻ, ഒരു ബന്ധുവും, അൻ മൗലൻ, തന്റെ ബന്ധുവിനെ തൊട്ട്, ഷൈഅൻ, ഒരു കാര്യത്തിനും പര്യാപ്തമല്ല എന്നർത്ഥം. അവർ പരസ്പരം സഹായിക്കാനോ സഹകരിക്കാനോ ഒന്നും വരൂല എന്നർത്ഥം. വലാഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെടുകയും ഇല്ല. അന്നേ ദിവസത്തിന്റെ ആ ഗൗരവം കാരണമായിട്ട് ഒരു ബന്ധുവും മറ്റു ബന്ധുവിനെ സഹായിക്കാൻ, ഒരു സുഹൃത്തും മറ്റൊരു സുഹൃത്തിനെ സഹായിക്കാൻ, ഒരു അടുപ്പക്കാരെ സഹായിക്കാനായിട്ട് എത്തുകയില്ല. അത് യൗമ ലാ യുഗ്നി, പര്യാപ്തമാകില്ല. മൗലൻ, ഒരു ബന്ധു, മൻ മൗലൻ, തന്റെ ബന്ധുവിനെ തൊട്ട്. അവിടെ തഫ്സീർ ജലാലി ബി ഖറാബത്തിൻ, കുടുംബ ബന്ധം കൊണ്ടുള്ള ഒരു ബന്ധു മറ്റൊരു ബന്ധുവിനെ സഹായിക്കാൻ എത്തൂല. ഔ സദാഖത്തിൻ, സുഹൃത്ത് ബന്ധമുള്ള ഒരാൾ തന്റെ സുഹൃത്തിനെ സഹായിക്കാൻ എത്തൂല. ഐ ലാ യദ്ഫഉ അൻഹു, അവരെ തൊട്ട് അള്ളാഹുവിന്റെ ശിക്ഷ വരുന്ന സമയത്ത് പ്രതിരോധിക്കാന്, തടയാന് ഇവരാരെയും കിട്ടൂല എന്നർത്ഥം.
അപ്പൊ യൗമ എന്നുള്ളത് ബദലുൻ മിൻ യൗമൽ ഫസിൽ. മുമ്പ് യൗമുൽ ഖിയാമയെ യൗമുൽ ഫസിൽ എന്ന് പറഞ്ഞു, അതിന്റെ ബദലായിട്ടാണ് ഇവിടെ യൗമ, ആ ദിവസം. ലാ യുഗ്നി, മതിയാവുകയില്ല, പര്യാപ്തമാവുകയില്ല, മൗലൻ, ഒരു ബന്ധുവും അൻ മൗലൻ, തന്റെ ബന്ധുവിന് തൊട്ട് ഷൈഅൻ ഒന്നും, വലഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെടുകയും ഇല്ല. യുൻസറൂൻ എന്ന് പറഞ്ഞാൽ യുംനഊന മിൻ, അതിൽ നിന്ന് തടയപ്പെടുകയില്ല. അപ്പൊ അള്ളാഹുവിന്റെ ശിക്ഷ വരുന്ന ദിവസം, അല്ലെങ്കിൽ അള്ളാഹു അന്ന് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും മാറ്റി നിർത്തുന്ന ദിവസം, ഒരാൾക്കും മറ്റൊരാളെ കൊണ്ട് മറ്റൊരാളെ രക്ഷിക്കാൻ വേണ്ടി വരികയോ പര്യാപ്തമാവുകയോ ചെയ്യൂല. വൽ മൗല എന്നാൽ വലിയ എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് കുടുംബക്കാർക്ക് പറയാറുണ്ട്, ഇബിന് അമ്മിന് പറയാറുണ്ട്, സഹായിയായിട്ട് വരുന്നവർക്കും പറയും. അതായത് ഒരു ഇബിന് അമ്മ തന്റെ കുടുംബക്കാരനായ ഇബിന് അമ്മിനെ തൊട്ട് ഒന്നും പര്യാപ്തമാവൂല. ഒരു കുടുംബക്കാരനും തന്റെ കുടുംബക്കാരന് പര്യാപ്തമാവൂല. ഒരു സുഹൃത്തും തന്റെ സുഹൃത്തിന് പര്യാപ്തമാവൂല. അവരൊക്കെ ഉണ്ടായത് കൊണ്ട് ഒരു ഉപകാരവും ലഭിക്കൂല, ഒരു നിലക്കും സഹായിക്കാൻ സാധിക്കൂല എന്ന്. ഇല്ലാമൻ റഹിമല്ലാ, അള്ളാഹു കരുണ ചെയ്തവർ ഒഴികെ. ഇന്നഹുവൽ അസീസുൽ അലീം, അള്ളാഹു കരുണ ചെയ്തവരൊഴികെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരാണെന്ന് അവിടെ തഫ്സീർ ജലാലിനി വിശദീകരിക്കുന്നു. ഇല്ലാമൻ റഹിം അള്ളാഹു, അള്ളാഹു കരുണ ചെയ്യവരൊഴികെ, വഹുമുൽ മുഅ്മിനൂന, വിശ്വാസികളാണ് അവര്. ഫഹിന്നോം യഷ്ഫഉ ബഅ്ദുഹും ബഅദ്, അവര് പരസ്പരം ഷഫാഅത്ത് ചെയ്യുന്നതാണ്. വിശ്വാസികൾക്ക് പരസ്പരം ബിഇദ്നില്ലാഹി, അള്ളാഹുവിന്റെ സമ്മതത്തോടു കൂടെ ഷഫാഅത്ത് ചെയ്യും. അവർക്ക് ഉപകാരം ലഭിക്കുമെന്നല്ലാതെ മറ്റൊരു ബന്ധുവിന് തന്റെ ബന്ധുവിനെ രക്ഷിക്കാനോ ഒരു സുഹൃത്തിന് തന്റെ സുഹൃത്തിനെ രക്ഷിക്കാനോ സാധിക്കൂല. ഇന്നഹു അല്ലാഹു തആല ഹുവൽ അസീസ്, അവൻ പ്രതാപശാലിയാണ്. അൽ ഗാലിബു ഫി ഇന്തിഖാമിഹി, തന്റെ പ്രതികാരം ചെയ്യുന്ന വിഷയത്തിൽ ഗാലിബായവനാകുന്നു. മിനൽ കുഫാരി, കാഫിരീങ്ങളെ പ്രതികാരം ചെയ്യുന്ന വിഷയത്തിൽ വിജയിക്കുന്നവനാകുന്നു. അർ റഹീമു ബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോട് കരുണ കാണിക്കുന്നവനുമാകുന്നു. അവിടെ തഫ്സീർ ഇബ്നു കസീർ ഉണ്ട്, ഇല്ലാമൻ റഹിം അല്ലാഹു ലാ യൻഫഉ യൗമൈദിൻ ഇല്ലാമൻ റഹിം അല്ലാഹു, അല്ലാഹു തആല കരുണ ചെയ്തവരല്ലാതെ മറ്റൊരാൾക്കും തന്റെ സുഹൃത്തിന് ഒരു ഉപകാരം ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളത്. ഒരു ഉപകാരം ചെയ്യാൻ സാധിക്കില്ല. അള്ളാഹു സമ്മതം കൊടുത്തു കഴിഞ്ഞാൽ ഷഫാഅത്തിന് അർഹത ഉണ്ടാകും, അതില്ലെങ്കിൽ അതുണ്ടാവില്ല. ഇന്ന ഷജറത്ത സഖൂം, എന്നിട്ട് നേരെ നരകശിക്ഷയുടെ വിശദീകരണങ്ങളിലേക്ക് പോകാണ്. സഖൂം എന്ന മരം, ഹിയമിൻ അഖ്ബസി ഷജരിൽ മുർരി ബി തിഹാമ, തിഹാമയിൽ മുളച്ചു പൊന്തിയിരുന്ന ഏറ്റവും മോശമായ ഒരു മരമാണ് എന്നാണ്. അതിന് അള്ളാഹു നരകത്തിൽ അള്ളാഹു താല അതിനെ മുളപ്പിക്കുന്നതാണ്. ഫിൽ ജഹീമി, നാളെ നരകത്തിൽ ചെല്ലുന്ന സമയത്ത് നരകത്തിൽ അത് മുളപ്പിക്കും എന്നാണ്. അപ്പോ ആ ഷജറത്തു സഖൂം ത്വആമുൽ അസീം, വലിയ പാപം ചെയ്തവരുടെ, മഹാപാപികളുടെ ഭക്ഷണമാണ് എന്ന് പറയാം. ത്വആമുൽ അസീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം ചെയ്തവരുടെ ഭക്ഷണം. അസീം എന്ന് പറഞ്ഞാൽ വലിയ പാപം ചെയ്തവർ. അവിടെ ജലാലിന് കൊടുക്കുന്നുണ്ട് അബീജഹലിൻ വസാബ്, അബൂജഹൽ എന്നവരുടെയും അവരുടെയും അവരുടെ കൂട്ടാളികളുടെയും ഭക്ഷണമാണ്. ദവിൽ ഇസ്മിൽ കബീരി, വലിയ പാപം ചെയ്ത, ഇസ്മ അറിഞ്ഞ പാപം, കുറ്റം, അൽ കബീർ എന്ന വലിയ വലിയ കുറ്റം ചെയ്ത അബൂജഹലിന്റെയും കൂട്ടാളികളുടെയും ഭക്ഷണമാണത് എന്നുള്ളത്. അതായത് അള്ളാഹു താല അടുത്ത തഫ്സീർ യഖൂലു തആല മുഖ്ബിറൻ അമ്മാ യുഅദിബു ബിഹി ഇബാദഹുൽ കാഫിരീന ജാഹിദ്, കാഫിരീങ്ങളായ അള്ളാഹുവിന്റെ അടിമകളെ, അള്ളാഹുവിനെ നിഷേധിച്ച ആളുകളെ ശിക്ഷിക്കുന്ന ശിക്ഷയെക്കുറിച്ച് അള്ളാഹു വിശദീകരിച്ച് പറയാണ്. അവർക്കുള്ളത് ഷജറത്തു സഖൂം എന്നുള്ളതാണ് എന്നാണ്. അവിടെ തന്നെ തഫ്സീർ ഇബ്നു കസീർ പറയുന്നത് ദക്കറ ഗൈറു വാഹിദിൻ, ഒന്നിലധികം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അന്നഹു അബൂജഹൽ, അവിടെ ഉദ്ദേശം അബൂജഹലിനെയാണെന്നാണ്. പക്ഷേ അബൂജഹൽ മാത്രമല്ല, വലാ ശക്ക ഫീ ദുഖൂലിഹി ഫീ ഹാദിഹിൽ ആയ, ഈ ശിക്ഷ കിട്ടുന്നതിൽ അബൂജഹൽ കടക്കുമെന്ന് എല്ലാവർക്കും സംശയമില്ല. വലാകിൻ ലൈസത്ത് ഖാസത്തുൻ ബി, അബൂജഹലിന് പ്രത്യേകമല്ല. അപ്പോൾ ഷജറത്തു സഖൂം ത്വആമുൽ അസീം കൽ മുഹ്ലി യഗ്ലി ഫിൽ ബുത്തൂൻ, മുഹ്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എണ്ണയൊക്കെ എടുക്കുന്നതിന്റെ അടിഭാഗത്തുണ്ടാകുന്ന കറുത്ത ആ, പിന്നെ അതിനാണ് കറുത്ത് അതിന്റെ അടിയിൽ ഊറി നിൽക്കുന്ന മട്ടിനാണ് മുഹ്ല് എന്ന് പറയാം. അതവിടെ തഫ്സീർ കൊടുത്തു. കദുർദി സൈത്തിൽ അസ്വദി, എണ്ണയുടെ അടിഭാഗത്തുണ്ടാകുന്ന ആ ക്ലാവ് അല്ലെങ്കിൽ മട്ട്, അല്ല അസ്വദി, കറുത്ത സാധനം. എണ്ണയൊക്കെ വെക്കുന്ന സമയത്ത് അതിന്റെ ഏറ്റവും അടിയിൽ ഊറി നിൽക്കുന്ന ആ കറുത്ത സാധനം, അതിനാണ് മുഹ്ൽ എന്ന് പറയുന്നത്. ഖബറുൻ സാനി, അത് രണ്ടാമത്തെ ഖബറാണ്. ത്വആമുൽ അസീം എന്നുള്ള ഒന്നാമത്തെ ഖബർ കഴിഞ്ഞിട്ട് കൽ മുഹ്ൽ, അത് മുഹ്ല് പോലത്തതാണ്. യഗ്ലി, അത് കടന്ന് തിളക്കുന്നതാണ്. ഫിൽ ബുത്തൂനി, വയറുകളിൽ.
യഗ്ലീന്നും തഗ്ലീന്നും രണ്ട് കിറാത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ബിൽ ഫൗഖാനിയത്തി ഖബറുൻ സാലിം. തഗ്ലി എന്ന് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൗഖാനിയത്ത് പറഞ്ഞാൽ പുള്ളി രണ്ടും യഗ്ലി എന്നുള്ള യാന്റെ പുള്ളി മേലിട്ട് കഴിഞ്ഞാൽ എന്താ വായിക്കുക? തഗ്ലി എന്നാകും. അപ്പൊ കൽ മുഹ്ലി തഗ്ലീഫിൽ ബുത്തൂൻ, വയറിൽ കിടന്ന് തിളക്കുന്നതാണ്. അങ്ങനെ തഗ്ലി എന്ന് ഖിറാത്ത് ഓതുകയാണെന്നുണ്ടെങ്കിൽ, ഫൗഖാനിയത്ത് കൊണ്ട് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് മുകളിൽ പുള്ളിയിട്ട് താ കൊണ്ട് വായിക്കുകയാണെങ്കിൽ, തഗലി എന്ന് വായിക്കുകയാണെങ്കിൽ ഖബറുൻ സാലിസ് മൂന്നാമത്തെ ഖബറാണ്. ഇനി വബി തഹ്താനിയത്തന താഴെ പുള്ളിയിട്ട് യഗലി എന്ന് വായിക്കുകയാണെങ്കിലോ ഹാലായിട്ട് മുഹല് പോലെയാണ് എന്ന് പറഞ്ഞാൽ ആ പുഹലിന്റെ അവസ്ഥയാണ് യഗലി. അത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫിൽബുത്തൂൻ, വയറുകളിൽ കിടന്നുകൊണ്ട്. ഹാലുമിനൽ മുഹല്. അപ്പോ യഗലീന്നും തഗലീന്നും രണ്ട് ഖിറാഅത്ത് ഫൗഖാനിയായിട്ടും തഹ്താനിയായിട്ടുണ്ട്. പിന്നെ ഫൗഖാനിയായിട്ട് വരാണെങ്കിൽ ഖബറുൻ സാലിസ് ആയിട്ട്, തഹ്താനിയായിട്ട് യഗലി എന്ന് വായിക്കുകയാണെങ്കിൽ പിന്നെ ഹാലായും കൊണ്ട്. എങ്ങനെ തിളക്കും? ഖലീൽ ഹമീം, തിളച്ച വെള്ളം തിളക്കുന്നത് പോലെ. ശക്തമായ ചൂടുള്ള വെള്ളത്തിനാണ് ഹമീം എന്ന് പറയാം. അപ്പോൾ ഹമീമായ ശക്തമായ ചൂടുള്ള വെള്ളം തിളക്കുന്നത് പോലെ വയറിൽ കിടന്ന് തിളക്കുന്നതാണ്. ഖുദൂഹു ഫഗുല്ലു, അങ്ങനെ തിളക്കുന്ന ആ ഒരു നരക ശിക്ഷയാണ് നരകത്തിൽ ഉണ്ടാകുക. അന്ത്യനാളിൽ അള്ളാഹു നരകം കാക്കുന്ന മലക്കുകളോട് പറയാണ്, ഖുദൂഹ്, ഇവനെ പിടിക്കുക, ഫഅ്തിലൂഹു, ഫഅ്തിലു പറഞ്ഞാൽ വലിച്ചു കൊണ്ടുപോവുക എന്ന, ശക്തമായി വലിച്ചു കൊണ്ടുപോകാൻ, ഇല സവാഇൽ ജഹീം, നരകത്തിന്റെ മധ്യത്തിലേക്ക് എന്ന് പറയും. അവിടെ തഫ്സീർ കൂടി കൂടി വായിക്കാം. ഖുദൂഹു യുഖാലു ലിസ്സബാനിയ, സബാനിയത്തായ മലക്കളോട് പറയുന്നതാണ് ഖുദൂ അൽ അസീം, വലിയ പാപം ചെയ്ത ഇവനെ പിടിക്കുക. ഫഅ്തിലൂഹു, ഫഅ്തിലൂഹു എന്നുള്ളത് ബി കസ്രി തായി, എന്ന് കസ്റായിട്ട് ഫഅ്തിലൂഹു. അതുമാതിരി വലമ്മിഹ ഫഅ്തുലൂഹു എന്നും വന്നിട്ട് രണ്ടെണ്ണം വന്നിട്ടുണ്ട്. അർത്ഥം ജുറൂഹു ബിഗില്ലത്തിൻ, പരുഷമായി വലിക്കുക, വശിദ്ധത്തിൻ, ശക്തമായിട്ട് വലിച്ചു കൊണ്ടുപോവുക, ഇല സവാഇൽ ജഹീം, നരകത്തിന്റെ മധ്യത്തിലേക്ക്, വസത്തന്നാർ, നരകത്തിന്റെ മധ്യം, അതിലേക്ക് എന്നാണ്. അപ്പൊ സബാനിയാക്കളായിരിക്കുന്ന നരകത്തിന്റെ കാവൽക്കാരായിരിക്കുന്ന മലക്കുകളോട് അള്ളാഹു പറയും, ഹുദൂഹു ഫഅ്തിലൂഹു ഇലാ സവാഇൽ ജഹീം, ഇവരെ പിടിക്കുക, വലിച്ചു കൊണ്ടുപോയി നരകത്തിന്റെ മധ്യത്തിലേക്ക് എറിയുക എന്ന് പറയും. സുമ്മ സുബ്ബു ഫൗക റഅ്സിഹി മിൻ അദാബിൽ ഹബീബ്, സുമ്മ സുബ്ബു, നിങ്ങൾ ഒഴിക്കുക, ഫൗക റഅ്സിഹി, തലക്കു മുകളിൽ, മിൻ അദാബിൽ ഹമീം, ശക്തമായ ചൂടുള്ള വെള്ളം, അതിന്റെ ശിക്ഷ ഒഴിക്കുക എന്ന് പറയും. അവിടെ സുമ്മ സുബ്ബു ഫൗക റഅ്സിഹി മിൻ അദാബിൽ ഹമീം എന്നുള്ളത് പിന്നെ ഐ മിനൽ ഹമീമി എന്ന, ശക്തമായ ചൂടുള്ള വെള്ളം ഒഴിക്കുക എന്ന് പറയും. അല്ലത് ഇലാ യുഫാരിഖുൽ അദാബ്, അവനോട് ഒരിക്കലും വിട്ടുപോവുകയില്ല അല്ലാതാവു ശിക്ഷ. അപ്പോൾ ശിക്ഷ ഓരോന്നിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നരകത്തിൽ തന്നെ തീയിലാണ്, അതിൻ്റെ കൂടെ ഓരോന്നുണ്ട്, ഭക്ഷണം സഖൂമാണ്, അതിന് കൂടെ ഉള്ളത് ശക്തമായ ചൂടുള്ള വെള്ളമാണ്, തലക്ക് മുകളിൽ ഒഴിക്കുന്നതും ശക്തമായ ചൂടുള്ള വെള്ളമാണ്. ഇനി സൂറത്തുൽ ഹജ്ജിലും ഇതിന് സമാനമായ പ്രയോഗം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ജലാലിനോട് പറയാണ് ഫഹുവ അബ്ലഗു. ഇവിടെ ഈ പറഞ്ഞ സുമ്മ സുബ്ബു ഫൗക റഅ്സി എന്നുള്ളത് ബലീഗായ പ്രയോഗമാണ്, സാഹിത്യം നിറഞ്ഞ പ്രയോഗമാണ്. മിമാഫി ആയത്തിൻ, മറ്റൊരു ആയത്തുള്ളതിനേക്കാളും, അതായത് സൂറത്തുൽ ഹജ്ജിൽ വന്ന ആയത്തിനേക്കാളും ഇതാണ് അബ്ലഗായിട്ടുള്ളത്, കൂടുതൽ സാഹിത്യപരമായിട്ടുള്ളത്. അവിടെ വന്ന ആയത്ത് എന്താണ്? യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം എന്നാണ്. യുസബ്ബു, ഒഴിക്കപ്പെടുന്നതാണ്, മിൻ ഫൗഖി റൂസിഹിം, തലക്ക് മുകളിലൂടെ, അൽ ഹമീം, ശക്തമായ ചൂടുള്ള വെള്ളം എന്നാണ്. ഇവിടെ നമ്മ സുബ്ബു എന്നുള്ള നേരെ അമ്രുഫിയിലായിട്ടാണ് വന്നിട്ടുള്ളത്. മറ്റേത് യുസബ്ബു, ഒഴിക്കപ്പെടും എന്നുള്ളതാണ്. അതവിടെ തഫ്സീർ ഇബ്നു കസീർ അവിടെ ആയത്തെടുത്ത് പറയുന്നുണ്ട്. സൂറത്തുൽ ഹജ്ജിലെ 19-20 ആയത്തുകളാണ് യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം യുസ്ഹർ ബിഹി മാ ഫീ ബുത്തൂനിഹിം വൽ ജുലൂദ്. അതായത് അവർക്ക് അവരുടെ തലക്ക് മുകളിലൂടെ ശക്തമായ ചൂടുള്ള വെള്ളം ഒഴിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടാവും. ആ മലക്കുകൾ, നരകം കാക്കുന്ന മലക്കുകൾ അത് ചെയ്യുകയും ചെയ്യും എന്നിട്ട് അടുത്ത ആയത്ത് പറയണത് ലുക്ക്, ആസ്വദിക്കുക, ഇന്നക അന്തൽ അസീസുൽ കരീം, നിങ്ങൾ അൽ അസീസു, പ്രതാപിയാണ്, അൽ കരീമു, മാന്യനുമാണ് എന്നുള്ളത്. അതായത് ദുനിയാവിൽ അള്ളാഹുവിനെ വഴിപ്പെടാതെ വലിയവരാണ് എന്ന് കരുതി അഹങ്കരിച്ച് നടന്ന, മറ്റുള്ളതിനൊക്കെ ധിക്കരിച്ച, സത്യമെന്നപ്പോൾ അതിനെ എതിർത്ത ആളുകള് ഇപ്പൊ നരകത്തിൽ വന്നിട്ട് യുക്കാലിൽ അവരോട് പറയപ്പെടും ലുക്ക്, അനുഭവിച്ചു കൊള്ളുക, ആസ്വദിക്കുക എന്നൊക്കെ അർത്ഥം. വാക്കിന്റെ അർത്ഥം ടേസ്റ്റ് ചെയ്യുക എന്നാണ്. അതായത് ഒരു ശിക്ഷ കൊടുത്തിട്ട് അത് അനുഭവിച്ചു കൊള്ളുക എന്നുള്ള അർത്ഥത്തിലാണ്. ഐ അൽ അദാബ്, അദാബിനെ അനുഭവിക്കുക. ഇന്നക അന്തൽ അസീസുൽ കരീം, നിങ്ങൾ അസീസ് ആകുന്നു, കരീമുമാകുന്നു, ബിസാമിക്ക, നിങ്ങളുടെ വാദം അനുസരിച്ച്, വഖൗലിക, നിങ്ങളുടെ വാക്കനുസരിച്ചും. എന്ത് വാക്ക്? മാ ബൈന ജബലേഹ അഅസ്സ വഅക്രമ മിന്നീൻ,
അബൂജഹൽ ഒരു തവണ പറഞ്ഞ വാക്കാണ് അത്. മാബൈന ജബലേഹ, ഈ രണ്ട് പർവ്വതങ്ങൾക്കിടയിലില്ല. അസ്സ, അസീസായ ഒരുത്തനുമില്ല. വാക്രമമിൻ, എന്നേക്കാൾ മാന്യനും പ്രതാപിയുമായ ഒരാളുമില്ല എന്ന് പണ്ട് നീ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ അനുഭവിച്ചു കൊള്ളുക എന്ന് പറയുന്നതാണ്. അവിടെ തഫ്സീർ ഖുർത്തുബിയിൽ എടുത്ത് പറയേണ്ട കാലഘട്ടത്തു നസലത്ത് ഫി അബി ജഹലിൻ, ഇത് ആയത്തിറങ്ങിയത് അബൂജഹലിലാണ്. വകാന കത് ഖാല, അദ്ദേഹം പറഞ്ഞിരുന്നു, മാ ഫീഹ അഅസ്സു മിന്നി വലാക്രമു, ഈ മക്ക സ്ഥിതി ചെയ്യുന്ന പർവ്വതങ്ങൾക്കിടയിൽ എന്നേക്കാൾ അസീസ്, പ്രതാപിയായിട്ടുള്ള, അക്രമ്, എന്നേക്കാൾ മാന്യനായിട്ടുള്ള മറ്റാരുമില്ല. ഏറ്റവും പ്രതാപിയും കരീമും ഞാനാണ് എന്ന് പറഞ്ഞിരുന്നു. ആ അബൂജഹലിന് സഖൂം എന്നുള്ള ശിക്ഷ കൊടുത്തിട്ട് നരകത്തിൽ നിന്ന് സഖൂം കൊടുത്തിട്ട് പറയുന്നു, ഇന്നക അന്തൽ അസീസുൽ കരീം. അതുകൊണ്ട് തന്നെ ഫലിതാലിക്ക് കീലലഹു, അങ്ങനെ അബൂജഹൽ പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തോട് പറയപ്പെട്ടു, ലുക്ക്, നീ അനുഭവിക്കുക, ഇന്നക അന്തൽ അസീസുൽ കരീം, നീ അസീസും കരീമുമാണല്ലോ നിന്റെ വാദം അനുസരിച്ച്, നിന്റെ വാക്കനുസരിച്ച്. എന്നിട്ട് പറയും, ഇന്നഹാദ മാ കുന്തും ബിഹി തംതറൂൻ, ഇന്നഹാദ തീർച്ചയായിട്ടും ഇത് മാ ഒന്നാകുന്നു, കുന്തും ബിഹി തംതറൂൻ, ആ വിഷയത്തിൽ നിങ്ങൾ സംശയാലുക്കളായിരുന്നു. ഈ തംതറൂൻ എന്ന് പറഞ്ഞാൽ സംശയം വെച്ച് പുലർത്തുന്ന സംശയാലുക്കൾ. അപ്പോ ഇന്നഹാദ അല്ലതീ തറൗന മിനൽ അദാബി, നിങ്ങളിപ്പോ ഈ കാണുന്ന, അനുഭവിക്കുന്ന ഈ ശിക്ഷ, മാ ഒന്നാകുന്നു, കുന്തും നിങ്ങളായിരുന്നു, ബിഹാ ശിക്ഷയെ തംതറൂന ഫീഹി തശുക്കൂൻ, നിങ്ങൾ അതിൽ സംശയം വെച്ച് പുലർത്തുന്നവരായിരുന്നു. ഷക്ക് പറഞ്ഞ സംശയം. അപ്പൊ തംതറൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീഹി തശുക്കൂൻ, നിങ്ങൾ അതിൽ സംശയം വെച്ച് പുലർത്തിയിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാവോ, നരകത്തില് ഇങ്ങനെയൊക്കെ ശിക്ഷ ഉണ്ടാവോ എന്ന് സംശയത്തിലായിരുന്നു. അപ്പൊ ഇന്ന ഹാദാമാ കുന്തുമീ തംതറൂനായി തഖൂലു ലഹുമുൽ മലായികത്തുന്ന തഫ്സീർ ഖുർത്തുബിയോട് പറയണം, മലക്കുകൾ ഇവരോട് പറയും, ഇന്ന ഹാദ തീർച്ചയായിട്ടും ഇത് മാ കുന്തും ബിഹി തശുക്കൂന ഫീഹി ഫി ദുനിയ, ദുനിയാവിൽ ഇതിൽ സംശയം വെച്ച് പുലർത്തിയിരുന്ന കാര്യമാണിത്. ഇപ്പൊ നിങ്ങൾ കാണുക, അനുഭവിച്ചു കൊള്ളുക എന്ന് ഈ മലക്കുകൾ പറയും. ഇതൊക്കെ നരകത്തിൽ ആളുകളെ ശിക്ഷയാണ് എന്നുണ്ടെങ്കിൽ, അടുത്ത ആയത്ത് നേരെ വിശ്വാസികൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഖൈറിനെയാണ് പറയുന്നത്. ഇന്നൽ മുത്തഖീന ഫി മക്കാമിൻ അമീൻ, ഇന്നൽ മുത്തഖീന, മുത്തഖീങ്ങളായ ആളുകൾ, ഫി മക്കാമിൻ അമീൻ, നിർഭയമായിട്ടുള്ള ഒരു മജ്ലിസിൽ, ഒരു സ്ഥാനത്താകുന്നു എന്ന്. ഇന്നൽ മുത്തഖീൻ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിച്ച മുത്തഖീങ്ങളായ മനുഷ്യന്മാര്, ഫി മക്കാമിൻ, മക്കാമിൻ എന്ന് പറഞ്ഞ സ്ഥാനത്താണ്, മജ്ലിസിന്, അവർ ഒരു മജ്ലിസിലാണ് ഉള്ളത്, അമീൻ, സുരക്ഷിതമായിട്ടുള്ള, യുഅ്മിനു ഫിഹി, അതിൽ അവർ നിർഭയരായിരിക്കുന്നതാണ്, അൽ ഖൗഫ, ഭയത്തെ തൊട്ട്, ഭയമില്ലാതെ നിർഭയരായിട്ട് ഇരിക്കുന്ന സ്ഥാനത്താണ് മുത്തഖീങ്ങൾ. സ്വർഗത്തിന്റെ ഒരു പ്രത്യേകതയാണ് അവിടെ ഖൗഫില്ല, ഭയം ഇല്ല എന്നുള്ളത്. അപ്പൊ ഇബ്നു കസീർ അവിടെ പറയുന്നത്, ഇന്നൽ മുത്തഖീനായി ലില്ലാഹി ഫി ദുനിയ, ദുനിയാവിൽ അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിച്ച ആളുകൾ, ഫി മഖാമിൻ അമീനായി ഫിൽ ആഖിറത്ത്, നാളെ ആഖിറത്ത് ചെല്ലുന്ന സമയത്ത് അവര് സുരക്ഷിതമായ, നിർഭയമായ സ്ഥാനത്താണ്. വഹുവൽ ജന്നത്തു, അത് സ്വർഗാണ് എന്നാ. വഖദ് അമിനു ഫിഹാ മിനൽ മൗതി വൽ ഖുറൂജി, ആ സ്വർഗത്തില് അവരതിൽ നിന്നും ഇനിയൊരു മരണത്തെ ഭയപ്പെടുന്നില്ല, നിർഭയരാണ്. വൽ ഖുറൂജി, പുറത്തു പോകുന്നത് തൊട്ട് നിർഭയരാണ്. ഒമിൻ കുല്ലി ഹമ്മിൻ, എല്ലാ വേദനയിൽ നിന്നും നിർഭയരാണ്. ഒമിൻ ഹുസ്നിൻ, ദുഃഖത്തിൽ നിന്നും നിർഭയരാണ്. വജസ്ഇൻ, അസ്വസ്ഥതയിൽ നിന്നും നിർഭയരാണ്. വതഅബിൻ, ക്ഷീണത്തിൽ നിന്നും, മനസ്സബി എന്ന് പറഞ്ഞാൽ ക്ഷീണം. ഒമിൻ ഷൈത്താനി വകൈദിഹി, പിശാചിന്റെ ഷർറിൽ നിന്നും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിർഭയരായിട്ട്, അമീനായിട്ടാണ് അവരുള്ളത്. അപ്പൊ ഈ മഖാമിൻ അമീൻ എന്ന് പറഞ്ഞാൽ നിർഭയമായ സ്ഥലത്താകുന്നു. അതെവിടെയാണ്? ഫി ജന്നാത്തിൻ, സ്വർഗത്തിലാകുന്നു. വഅയൂൻ, തോട്ടങ്ങളിലും. ജന്നാത്തിന്റെ വാക്കിന്റെ അർത്ഥം അരുവി അല്ല, തോട്ടങ്ങൾ എന്നാണ്. ഫി ജന്നാത്തിൻ, തോട്ടങ്ങളിൽ, വഅയൂൻ, അരുവികളിലും. സ്വർഗത്തിലെ തോട്ടങ്ങളിലും അരുവികളിലും നിർഭയരായിട്ടാണ് അവർ എന്ന്. എൽബസുൻ, അവർ ധരിക്കുന്നുണ്ട്, മീൻ സുന്ദുസിൻ, പട്ട്, വസ്തബ്രഖിൻ, പട്ടിൽ നിന്നും. സുന്ദുസും പട്ടാണ്, ഇസ്തബ്രഖും പട്ടാണ്. സൂറത്തുർ റഹ്മാൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ വാക്ക് പഠിച്ചിരുന്നു. എങ്ങനെ അവർ ധരിച്ചുകൊണ്ടിരിക്കുന്നത്? മുത്തഖാബിലീൻ, പരസ്പരം അഭിമുഖമായിട്ടിരിക്കുകയാണ്. അടുത്ത സീറത്ത്, എൽബസൂന മീൻ സുന്ദുസിൻ വസ്തബറഖിൻ, അവര് പട്ട് ധരിക്കുന്നുണ്ട്. അതായത് മാ റക്കമിന ദീബാജി വമാ ഗലുദ മിൻഹുന്ന, ദീബാജ് പറഞ്ഞ പട്ട്, പട്ടിൽ നിന്ന് റക്ക പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ളതും, വമാ ഗലുദ പറഞ്ഞാല് കട്ടിയുള്ളതും എന്നർത്ഥം. അപ്പൊ കട്ടി കുറഞ്ഞതും കട്ടി കൂടിയതും, സോഫ്റ്റ് ആയിട്ടും അല്ലാത്തതുമായ പട്ടുകൾ അവർ ധരിക്കുന്നുണ്ട്. ഇപ്പൊ സുന്ദുസ് പറഞ്ഞാൽ മാ റക്കമിന ദീബാജി, പട്ടിൽ നിന്ന് പിന്നെ കട്ടി കുറഞ്ഞത്. ഇസ്തബ്രക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മാ ഗലുദ മിൻഹു, അതിൽ നിന്ന് കട്ടി കൂടിയത്. അപ്പൊ വ്യത്യസ്ത തരം പട്ടുകൾ അവർ ധരിക്കുന്നുണ്ട്. മുത്തഖാബിലിൻ, അത് ഹാൽ, അവരുടെ അവസ്ഥയാണ്.
അതായത് അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരുന്നുണ്ട്. ലാ യൻദുർ ബഅദുഹും ഇലാ ഖഫാ ബഅദിൻ. ഒരാൾ മറ്റൊരാളുടെ പിറക് വശം കാണുന്നില്ല. ഖഫാറിന ബാക്ക്, പിറക് ക- വശം കാണുന്നില്ല. ലി ദൗറാനിൽ അസിറത്തി ബിഹിം. അവര് എല്ലാവരും ഇങ്ങനെ, പിന്നെ എല്ലാവരുടെ കട്ടിലുകളും അവർക്ക് ഇങ്ങനെ അഭിമുഖമായിട്ട് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ കട്ടിലുകളൊക്കെ ഇങ്ങനെ അഭിമുഖമായിട്ട് കിടക്കുന്നത് കൊണ്ട് ഒരാൾക്ക് ബാക്കിൽ ഒരാൾ ഇരിക്കുക എന്നുള്ളതല്ല, എല്ലാവരും മുത്തഖാബിലിൻ പരസ്പരം അഭിമുഖമായിട്ടാണ് ഇരിക്കുന്നത്. കദാലിക്ക് അതേ പ്രകാരം തന്നെ വസവ്വജ്നാഹും, ഐ അൽ അമ്രു കദാലിക്, കാര്യം ഇങ്ങനെയാണ്. വസവ്വജ്നാഹും, അതിന്റെ കൂടെ അവർക്ക് അള്ളാഹു ഇണയാക്കി കൊടുത്തിട്ടുണ്ട്. ബി ഹൗരിൻ ഈൻ, ഹൗറുലീങ്ങളെ എന്നുള്ളത്. ഐ കദാലിക്ക എന്നുള്ളിടത്ത് യുഖദ്ദറു സങ്കല്പിക്കപ്പെടും, ഖബ്ലു അതിന് മുമ്പ്, അൽ അമ്രു കദാലിക കാര്യം ഇങ്ങനെയൊക്കെ ആയിരിക്കും. വസവ്വജ്നാഹും നാം അവർക്ക് ഇണകളാക്കി കൊടുത്തിരിക്കും. പിന്നെ തസ്വീജ് വിവാഹം ചെയ്തു കൊടുക്കുക എന്നുള്ള തസ്വീജ് അതിൽ നിന്ന് വന്നത്. അല്ലെങ്കിൽ ഒരു വ്യാഖ്യാനിച്ച് ഖർറന്നാഹും അവർക്ക് ചേർത്ത് കൊടുക്കും, ബി ഹൂറിൻ ഈൻ ഹൂറിലീങ്ങളെ എന്നുള്ളത്. അതായത് അതിന്റെ വ്യാഖ്യാനം ബിനിസാ ഇൻ ബീദിൻ, വെളുത്ത സ്ത്രീകള്, വാസിആത്തുൽ അയുനി കൺതടങ്ങൾ വിശാലമായിട്ടുള്ള, വാസിആത്തുൽ അയുനി ഹിസാനുഹ, കൺതടം വിശാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഹിസാനുഹ അവരുടെ ഭംഗിയാണ് എന്നർത്ഥം. അപ്പൊ ഭംഗിയുള്ള സ്ത്രീകളെ ഇണകളാക്കി കൊടുത്തിരിക്കുകയും ചെയ്യും. യദ്ഊന ഫിഹ ബികുല്ലി ഫാക്കിഹത്തിൻ ആമിനിൻ. യദ്ഊന യത്ലുബുന, അവർ തേടുന്നുണ്ട്. അൽ ഖദമ അവരുടെ സേവകരോട്. ഖാദിമ് അതിന്റെ ജമ്മാണ്, ഖദമ് സേവകർ എന്നർത്ഥം. അപ്പൊ യദ്ഊന അവർ ആവശ്യപ്പെടുന്നുണ്ട്, ഫിഹ സ്വർഗത്തിലെ, ബികുല്ലി ഫാക്കിഹത്തിൻ എല്ലാ തരം പഴങ്ങളും അവർ ആമിനീൻ നിർഭയരായിട്ട് അത് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യത്തുലുബൂനൽ ഖദമ സേവനം ചെയ്തു കൊടുക്കുന്നവരോട് ചോദിക്കുന്നുണ്ട്. ഫിഹ അയൽ ജന്നത്തി സ്വർഗത്തില് എന്താ തേടുന്നത്? അയ്യത്ത് കൊണ്ടുവരാൻ ബിക്കുല്ലി ഫാക്കിയത്തിന് എല്ലാ പഴങ്ങളും, പിന്നെ അതിൽ നിന്നുള്ള എല്ലാ പഴങ്ങളും. എങ്ങനെ? ആമിനീന നിർഭയരായിട്ട്, എല്ലാ പഴങ്ങളും. എന്തിനൊക്കെ തൊട്ട് നിർഭയം? മിന്നൽ ഇൻഖിതായ അവസാനിച്ചു പോകുമെന്നില്ല. ദുനിയാവിൽ ഓരോ പഴങ്ങൾക്കും ഓരോ സീസൺ ഉണ്ട്. സീസൺ കഴിഞ്ഞാൽ അത് നിലച്ചു പോകും, അവസാനിച്ചു പോകും. അപ്പോ ഇതിവിടെ ആമിനീന മിൻ ഇൻഖിതായ, അവസാനിക്കും എന്നുള്ള ഭയമില്ലാതെ. ഓ മലർറത്തിഹ, അതിന്റെ ബുദ്ധിമുട്ടുകൾക്ക് കുറിച്ചും ഭയമില്ലാതെ. ചില പഴങ്ങളൊക്കെ തിന്നതിന് ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവും. മലർറത്തുകളുടെ ബുദ്ധിമുട്ടുകൾ, അതിനെ തൊട്ടും നിർഭയരാണ്. സ്വർഗത്തിലെ ഒരു പഴം തിന്നാലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നർത്ഥം. ഓമിൻ കുല്ലി മഹൂഫിൻ, എല്ലാ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ തൊട്ടും അവര് ആമിനിൻ നിർഭയരാണ് എന്നർത്ഥം. ഒമിൻ കുല്ലി മഹൂഫിൻ, എല്ലാ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ തൊട്ടും നിർഭയരാണ്. ഹാലാണിത്. തഫ്സീർ ഇബ്നു കസീർ അവിടെ പറയുന്നുണ്ട്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന്, യുഖാലു ലി അഹ്ലിൽ ജന്നത്തി, സ്വർഗത്തിന്റെ അഹ്ലുകാരോട് പറയപ്പെടും, ഇന്നലക്കും അൻ തസ്ഹു ഫലാ തസ്ഖുമു അബദൻ, നിങ്ങൾ ആരോഗ്യവാന്മാരായിട്ടിരിക്കും, ഫലാ തസ്ഖുമു അബദൻ, ഒരിക്കലും രോഗികളാവില്ല. അപ്പൊ അവിടെ മധുരമുള്ള പഴങ്ങൾ കഴിച്ചു എന്ന് വിചാരിച്ച് ഷുഗർ പോലത്തെ അസുഖങ്ങൾ വരുന്നോ, വേറെ ഏതെങ്കിലും പഴങ്ങൾ കഴിച്ചുകൊണ്ട് വേറെ എന്തെങ്കിലും അപകടങ്ങൾ വരുന്നോ ഒന്നും ഭയപ്പെടേണ്ടതില്ല. ഫലാ തസ്ഖുമു അബദൻ, ഒരിക്കലും രോഗികളാവില്ല. വൈനിലക്കുമൻ തഈഷു ഫലാ തമൂതു അഹദൻ, അവിടെ എന്തെന്നും ജീവിച്ചു കൊണ്ടിരിക്കും, മരണം എന്നൊന്നില്ല. വൈനലക്കുമൻ തൻഅമു, അവിടെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കും, ഒരു പ്രശ്നങ്ങളും വരാൻ പോകുന്നില്ല. വൈനലക്കുമൻ തഷിബു, എന്നും യുവത്വത്തിലുള്ളവരായിരിക്കും. ഫലാ തഹ്റുമു അബദൻ, എന്നും വാർദ്ധക്യത്തിലേക്ക് പോകില്ല. എന്നൊക്കെ സ്വർഗത്തിന്റെ പ്രത്യേകതയാണ്. രോഗികളാവുക എന്നുള്ളതൊന്നുമില്ല. നിർഭരായിട്ട് ഏത് പഴങ്ങളും തേടിക്കഴിച്ചുകൊണ്ടിരിക്കും. വാർദ്ധക്യത്തിലേക്ക് എത്തുക എന്നില്ല, പ്രശ്നങ്ങളില്ല, മരണങ്ങളില്ല. അങ്ങനത്തെ ഒരു ലോകമാണ് സ്വർഗം എന്നുള്ളത്. ലാ യദൂഖൂന ഫീഹൽ മൗത ഇല്ലാ മൗതത്തുൽ. ലാ യദൂഖൂന ഫീഹൽ മൗത, ആ സ്വർഗത്തിൽ മരണമില്ല. ലാ യദൂഖൂന, അവർ രുചിക്കുകയില്ല. ഫീഹ, ആ സ്വർഗത്തിൽ, അൽ മൗത മരണത്തെ, ഇല്ലൽ മൗതത്തുൽ, മുമ്പ് കഴിഞ്ഞ മരണമല്ലാതെ. ദുനിയാവിലാകുന്ന സമയത്തുള്ള ഒരു മരണം എന്നല്ലാതെ പിന്നീട് മരണമില്ല. അവിടെ അർത്ഥം അന്നഹും ലാ യദൂഖൂന ഫീഹൽ മൗത അബദൻ എന്നുള്ള തഫ്സീർ ഇബ്നു കസീർ, ഒരിക്കലും സ്വർഗത്തിൽ മരണമില്ല എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് സ്വഹീഹനിൽ വന്നിട്ടുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി തങ്ങൾ പറഞ്ഞു, യുഅ്ത ബിൽ മൗത്തി, മരണത്തെ കൊണ്ടുവന്ന് അതിന്റെ കഥ കഴിക്കുന്നതാണ്. ഫയൂഖഫു ബൈനൽ ജന്നത്തി വന്നാരി സുമ്മ യുദ്ബഹുന, ഒരു മരണത്തെ ഒരു ജീവിയായി കബ്ഷായി, ആടായി സങ്കല്പിച്ചുകൊണ്ട് അതിനവിടെ അറുക്കപ്പെടുകയാണ്. അവിടോടുകൂടെ മരണം എന്നുള്ളത് അവസാനിച്ചു. സുമ്മ യുഖാലുന, പിന്നെ വിളിച്ചു പറയപ്പെടും, യാ അഹ്ലൽ ജന്ന ഖുലൂദുൻ ഫലാ മൗത, സ്വർഗവാസികളെ, ശാശ്വതമായിട്ട് നിങ്ങൾ അതിൽ സഹിക്കുക, നിങ്ങളത് ശാശ്വതമായിട്ടില്ല. ഫലാ മൗത, ഇനി മരണമില്ല, സ്വർഗത്തിൽ ശാശ്വതമായി ജീവിക്കുക.
അഹ്ലിൻ നാറിനോട് നരകവാസികളോട് പറയും ഖുലൂദുൻ, നിങ്ങൾ അതിൽ ശാശ്വതമായി നിന്നോളിയും, അവിടെയും തീയാണ് മറ്റേതാണ് എന്ന് വിചാരിച്ചിട്ട് ഇനി ഒരു മരണമില്ല. പൊള്ളലേറ്റ് മരണം എന്നുള്ളതൊക്കെ ദുന്യാവിലുള്ളതാണ്, അവിടെ മരണമില്ല. അപ്പോൾ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞാൽ പിന്നീട് മരണമില്ല എന്നുള്ള ലാ യദൂഖൂന ഫീഹൽ മൗത എന്നുള്ള. അപ്പോൾ വഖാഹും, അല്ലാഹു അവരെ സംരക്ഷിക്കുകയും ചെയ്തു, അദാബൽ ജഹീം നരക ശിക്ഷയെ തൊട്ടുകൊണ്ട്. സ്വർഗത്തിൽ കടക്കുന്നതോടുകൂടെ പിന്നെ സ്ഥിരമായിട്ട് സ്വർഗത്തിലേക്കാണ്, ഇനി നരകത്തിലേക്കൊന്നും പോക്കില്ല. ഇതൊക്കെ ഫളലം മിൻ റബ്ബിക, അള്ളാഹുവിന്റെ ഔദാര്യമായിട്ട് വന്നതാണ്. ദാലിക ഹുവൽ ഫൗസുൽ അദീം, അതാണ് വലിയ വിജയം എന്ന് പറയാണ്. ഫളലൻ എന്നുള്ളത് മസ്തറാണ്, ബിമാന തഫല്ലുലൻ, അള്ളാഹുവിന്റെ ഔദാര്യമായിട്ട് എന്നുള്ളത്. മൻസൂബുൻ ബി തഫല്ലുലിൻ മുഖദ്ദറൻ, അതിന്റെ മുമ്പ് ഒരു ഫിയലിനെ സങ്കല്പിച്ചു കൊടുത്ത് പിന്നെ തഫല്ലുലിൻ എന്നുള്ളൊരു പിന്നെ ഫീലിനെ സങ്കല്പിച്ചു കൊടുത്ത് അതിന്റെ മൻസൂബായി തഫല്ലുലൻ എന്ന് വരുന്നത്, അതാണ് ഫളലൻ എന്നുള്ളത്. അപ്പൊ അതിന്റെ മുമ്പ് ഒരു ഫീലിനെ സങ്കല്പിച്ച് അതിന്റെ മഫൂല് എന്നുള്ള നിലക്ക് ഫളലൻ എന്ന് വരിക. അപ്പോ ഫല്ലല്ലാഹു ഫളലൻ മിൻ എന്നർത്ഥം. മിൻ റബ്ബിക, റബ്ബിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ഔദാര്യമാണ്. ദാലിക ഹുവൽ ഫൗസുൽ അലീം, അതാണ് വലിയ വിജയം. ഫൗസ് എന്ന് പറഞ്ഞ വിജയം, അൽ അലീം എന്ന് പറഞ്ഞ വലിയ വിജയം. അവിടെ ഇബ്നു കസീറോട് പറയുന്നത് ഇന്നമാ കാന ഹാദാ ബി ഫളലി, ഇതൊക്കെ അള്ളാഹുവിന്റെ ഫളല് കൊണ്ട് കിട്ടിയതാണ്, ഔദാര്യം കൊണ്ട് കിട്ടിയതാണ്. വേഹ്സാനി, അള്ളാഹുവിന്റെ നന്മയുടെ ഭാഗമായിട്ടും കിട്ടിയതാണ് എന്ന് സഹീഹൈനിൽ വന്നതുപോലെ തന്നെ. പിന്നെ ഒരു ഹദീസിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാവരും അമലു, സൽക്കർമ്മങ്ങൾ പതിവായി ചെയ്തു കൊള്ളുക. വസദ്ദിദു വഖാരിബു, പൂർണ്ണമായിട്ട് എത്ര കണ്ട് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയോ അത്ര കണ്ട് നല്ല രീതിയിൽ ചെയ്യുക എന്ന് പറയാണ്. പിന്നെ അലമു, നിങ്ങൾ അറിയണം, അന്ന അഹദൻ ലൻ യുദ്ഖില അമലഹുൽ ജന്ന, ഒരാളെയും അവരുടെ സൽക്കർമ്മങ്ങൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂല എന്ന് പറഞ്ഞു നബി തങ്ങൾ ഒരു തവണ. അപ്പോൾ അവരൊക്കെ ചോദിച്ചു, വല അന്തയാ റസൂൽ, അള്ളാഹുവേ, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയുടെ സൽക്കർമ്മവും അങ്ങയെ സ്വർഗത്തിലേക്ക് കടക്കൂലേ, അത് മതിയില്ലേ, സ്വർഗത്ത് കടക്കാൻ അത് പോരെ എന്ന് ചോദിച്ചു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞ മറുപടി ഉണ്ട്, വല അന, ഞാനും എൻ്റെ ഈ സൽക്കർമ്മങ്ങളെ കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് കരുതണ്ട. ഇല്ല അയ്യത്തഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫദൽ, അള്ളാഹുവിന്റെ റഹ്മത്തും ഫദലുമായിട്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ, അത് രണ്ടും നൽകിയിട്ട് എന്നെ സ്വർഗത്തിലേക്ക് വിട്ടാലല്ലാതെ ഞാനും സ്വർഗത്തിലെത്തൂല. അപ്പൊ ഫദലും മിൻ റബ്ബിക പറഞ്ഞാൽ ഇതൊക്കെ അള്ളാഹുവിന്റെ ഔദാര്യമായിട്ട് വരുന്നതാണ്. ഏഹ്. ഇതെല്ലാം അള്ളാഹുവിന്റെ ഫضല്, മഹൽ ഫضല് കൊണ്ട് നൽകുന്നതാണ്, ഔദാര്യമാണ്. നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ചെറിയ വലിയ കാര്യങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ ചെറുതായിരിക്കും, വളരെ പരിമിതമായിരിക്കും എന്നർത്ഥം. അപ്പൊ അള്ളാഹു സ്വർഗത്തിൽ ഇതൊക്കെ കൊടുത്തത് ഫളലം മിൻ റബ്ബിക, റബ്ബിന്റെ ഔദാര്യത്തിന്റെ ഭാഗമായിട്ടാണ്. അത് കിട്ടുക എന്നുള്ളത് ദാലിക ഹുവൽ ഫൗസുൽ അദീം, അത് കിട്ടുക എന്നുള്ളത് വലിയ വിജയമാകുന്നു. ഫൈന്നമാ യസ്സർനാഹു ബിലിസാനിക ലഅല്ലഹും യതദക്കറൂൻ, ഫൈന്നമാ യസ്സർനാഹു, നാം ഇതിനെ എളുപ്പമാക്കി തന്നിട്ടുണ്ട്. ഇതിനെ അറിയുമ്പോൾ വ്യാഖ്യാനത്തിൽ അത് സഹൽനൽ ഖുർആന, പരിശുദ്ധ ഖുർആനെ എളുപ്പമാക്കി തന്നിട്ടുണ്ട്. ബിലിസാനിക്കാൻ, നിങ്ങളുടെ ഭാഷയിലൂടെ, ബിൽ ലുഗത്തിക്കാൻ, ലുഗത്ത് പറഞ്ഞ ഭാഷ, നിങ്ങളുടെ ഭാഷയിലൂടെ. ലിതഫ്ഹമഹുൽ അറബു മിങ്ക, നബിയെ, നിങ്ങളിൽ നിന്ന് അറബികളൊക്കെ ഇത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി നിങ്ങളുടെ ഭാഷയിൽ ഈ ഖുർആനെ എളുപ്പമാക്കി തന്നിട്ടുണ്ട്. ലഅല്ലഹും യതദക്കറൂൻ, നിങ്ങൾ ലഅല്ലഹും അവരാകാൻ വേണ്ടി, യതദക്കറൂന പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി, യത്തഇലൂന ഉപദേശം സ്വീകരിക്കാൻ വേണ്ടി, ഫയുമിനൂന അവരൊക്കെ വിശ്വസിക്കും, അതിനു വേണ്ടി ഖുർആൻ എളുപ്പമാക്കി തന്നു. എന്നാൽ ലാകിന്നഹും ലാ യുമിനൂൻ, എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഈ ഖുർആനെ പിന്നെ സഹിലാക്കിയിട്ട്, വളരെ സിമ്പിളാക്കിയിട്ട്, വ്യക്തമായിട്ട്, വിശദമായിട്ട്, ശുദ്ധമായ അറബി ഭാഷയിൽ അള്ളാഹു അവതരിപ്പിച്ചു തന്നത് ലഅല്ലഹും യതദക്കറൂൻ, അവരത് മനസ്സിലാക്കാനും സ്വീകരിക്കാനും വേണ്ടിയാണ്. ഫർത്തഖിബ് ഇന്നഹും മുർത്തഖിബൂൻ, എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, എന്നിട്ടും നബി തങ്ങൾക്ക് നാശം വരുന്നത് അവർ കാത്തിരിക്കുകയാണെങ്കിൽ, ഫർത്തഖിബ്, നബിയെ നിങ്ങളും കാത്തിരിക്കുക, ഇന്നഹും മുർത്തഖിബൂൻ, അവർ നിങ്ങൾക്ക് നാശം വരുന്നത് കാത്തിരിക്കുന്നുണ്ട്. ഫർത്തഖിബ് എന്ന് പറഞ്ഞ അർത്ഥം ഇൻതളിർ, കാത്തിരിക്കുക, ഹലാക്കഹും, അവർക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നാശം വരുന്നത്. ഇന്നഹും അവര്, മുർത്തഖിബൂന ഹലാക്കക്ക, നിങ്ങൾക്ക് നാശം സംഭവിക്കുന്നത് കാത്തിരിക്കുകയാണ്. അപ്പോ അവര് നബിതങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചുകൊണ്ട് ദീനിന്റെ പ്രബോധനം അവസാനിച്ച് ദീൻ ഇവിടുന്ന് അവസാനിച്ചു പോകും എന്ന് കാത്തിരിക്കുകയാണ്. നിങ്ങൾ, അള്ളാഹു അവർക്ക് ശിക്ഷ നൽകുന്നത് പ്രതീക്ഷിച്ചിരുന്നു, കാത്തിരുന്നോളൂ എന്നർത്ഥം.
വഹാദ ഖബല നുസൂലിൽ അംരി ബി ജിഹാദിഹിം, അവരോട് ജിഹാദിന്റെ കൽപ്പനകൾ വരുന്നതിന് മുമ്പായിരുന്നു കാത്തിരിക്കുക എന്ന് പറഞ്ഞത് എന്ന് തഫ്സീർ ജലാലിന് അവിടെ കൊടുക്കുകയാണ്. പിന്നെ തഫ്സീർ ഇബ്നു കസീർ അവിടെ കൊടുക്കുന്നത് ഫത്തഖ് എന്ന് പറഞ്ഞാൽ ഇൻതളിർ, കാത്തിരിക്കുക. ഇന്നഹു മുർത്തഖിബുൻ ഐ ഫസയഅലമൂന ലിമൻ യകൂനുൻ, ഇന്നഹു മുർത്തഖിബുൻ എന്ന് പറഞ്ഞാൽ അവരും കാത്തിരിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ഫസയഅലമൂന, പിന്നീട് അവർ അറിയും, ലിമൻ യകൂനുൻ നസ്റു, ആർക്കാണ് സഹായം കിട്ടുക, അള്ളാഹുവിന്റെ സഹായം കിട്ടുക എന്നുള്ളത്. വല്ലഫ്രു, വിജയം കിട്ടുക ആർക്കാണ് എന്നുള്ളതും. ഉലൂബുൽ കലിമത്തി ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ആരുടെ വാക്കുകളാണ് ഉയർന്നു വരിക, സ്വീകാര്യത ലഭിക്കുക എന്നുള്ളത്. ഇന്നഹാലക്ക യാ മുഹമ്മദ് നബിയെ, നിങ്ങൾക്കാണ് ഈ വിജയം വരാൻ പോകുന്നത്. വലിയ ഇഖ്വാനിക മിനൻ നബിയ്യീന വൽ മുർസലീൻ, നിങ്ങളുടെ സഹോദരന്മാരായിട്ടുള്ള മറ്റു പ്രവാചകന്മാർക്കും നബിമാർക്കുമാണ്. ഒമനിത്തബഅക്കും മിനൽ മുഅ്മിനീൻ, നിങ്ങളെ പിൻപറ്റിയ വിശ്വാസികൾക്കുമാണ് വിജയം വരാൻ പോകുന്നത്. അതുകൊണ്ട് അവർ കാത്തിരിക്കുന്നുണ്ട്, നിങ്ങളും കാത്തിരുന്നു കൊള്ളുക എന്ന്. ഇതോടുകൂടെ സൂറത്തുൽ ദുഹാൻ അവസാനിച്ചു. അസ്സലാമു അലൈക്കും.